പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുവാൻ ജീവിതം വിട്ടുകൊടുക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടന്നു എന്ന് പറയാൻ പറ്റുക. പ്രാർത്ഥന പോലും നമ്മൾ നടത്തുന്ന ഒരു കാര്യം എന്നതിനേക്കാൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ലോകം മുഴുവൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങയുടെ കരുണ. ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ അവിടുത്തെ കരുണയും സ്നേഹവും ആവശ്യമാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ അത് എളുപ്പമാകും. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാകും. ആ ബോധ്യത്തോടെ നമുക്ക് അല്പസമയം നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കാരുണ്യവനായ ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ സ്നേഹം ചൊരിയണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ദൈവത്തിൻ്റെ കരുണ, സ്നേഹം, ഇതെല്ലാം നമ്മേക്കാൾ ആവശ്യമായിട്ടുള്ള മറ്റു പലരും ഉണ്ടാകാം. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്നവർ, ദൈവത്തിൽ നിന്ന് വളരെയേറെ അകന്നു പോയവർ, അവരെല്ലാം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരോടെല്ലാം കരുണയായിരിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. നമുക്കിരുന്ന് അല്പസമയം ദൈവത്തിൻ്റെ കരുണയെ വചന വെളിച്ചത്തിൽ ധ്യാനിക്കാം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റും. വചനം അത് അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കരുണ. അത് സംശയിക്കേണ്ട ഒരു കാര്യമേ അല്ല. ദൈവത്തിൻ്റെ കരുണ. ദൈവം കാരുണ്യവാനാണ്. ദൈവം കരുണയാൽ സമ്പന്നമാണ്. ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പറയുന്നുണ്ട്, എപ്പോഴെല്ലാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നോ, കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ, അപ്പോഴെല്ലാം ഹൃദയത്തിൽ നമുക്ക് ഈ ഒരു ഉറപ്പുണ്ടാകണം. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരുണ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ കരുണ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതെല്ലാം ദൈവവചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് ഏതാനും ഉറപ്പുള്ള വഴികൾ, ദൈവകരുണ ഉറപ്പാണെങ്കിൽ, ദൈവം കാരുണ്യവാനാണ് എന്നുള്ള കാര്യം ഉറപ്പാണെങ്കിൽ, ഈ കരുണയിലെത്താനുള്ള വഴികൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലേക്ക് എത്തി നിന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വായിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും നമ്മെ സഹായിക്കുന്നൊരു കാര്യമാണ് കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, നിനക്ക് കരുണ ലഭിക്കും. ദൈവകരുണ ലഭിക്കാൻ ഏറ്റവും നല്ലത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ്
അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 35 അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളുടെ സന്ദേശം അതാണ്. നിരവധി ബലി അർപ്പിക്കുന്നതിന് തുല്യമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത്. പറയുണ്ട്, കൽപ്പനകൾ അനുസരിക്കാനുള്ള ഒരു ശ്രദ്ധ, ഒരു താല്പര്യം, ഒരു പരിശ്രമം, ഇതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും വരണം. അത് നമുക്ക് അനുഗ്രഹമായി മാറും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ പരാജയം രുചിക്കേണ്ടി വരില്ല. അതിന് ദൈവം നമ്മെ വിട്ടുകൊടുക്കത്തില്ല. കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോഴാണ്, ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മെ കൈവിടുന്നത്. അതല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംരക്ഷണം, വിജയം, അത് നമുക്ക് കിട്ടാതെ പോകുന്നത്. ജോഷുവയുടെ പുസ്തകം 1 അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനം തരുന്ന സന്ദേശം അതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല, നിന്റെ ജീവിതകാലത്ത് ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഒരു കാര്യം നീ ചെയ്യുമ്പോൾ, അതേത് കാര്യമാണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക. മോശ അത് ചെയ്തതുപോലെ നീയും ചെയ്യുന്നെങ്കിൽ, ജോഷുവയോട് പറയാണ്, ഇതേ അനുഭവം നിനക്കുണ്ടാവും. നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല എന്ന് ദൈവം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. പറയുണ്ട്, കർത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. നമ്മൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു, അതല്ല ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത്. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ ആത്മീയമായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് എളുപ്പമാകുന്നത് എപ്പോഴാണ്? ദൈവവചനം കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ദൈവസ്നേഹത്തിൽ വളരണം. ദൈവത്തെ അറിയുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൽപ്പനകൾ അനുസരിക്കുന്നത് എളുപ്പമാണ്. യോഹന്നാൻ 14 അധ്യായം 15 വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ. പറയുണ്ട്, കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുമ്പോൾ ഒത്തിരിയേറെ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവർക്കാണ്, ദൈവ സ്നേഹികൾക്കാണ് കൽപ്പനകൾ പാലിക്കാൻ എളുപ്പമാകുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, എസെക്കിയേലിൻ്റെ പുസ്തകം 36:25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, നിങ്ങളുടെ ശിലാഹൃദയം ഞാൻ മാറ്റും, പകരം മാംസള ഹൃദയം തരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ എളുപ്പമാകും. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവകൽപ്പന പാലിക്കുന്നത് ഭാരമായി തോന്നുക? ഒരുപക്ഷെ നമുക്ക് ആ ഒരു ആത്മീയ തലത്തിൽ അപരിച്ഛേദിതരാണ് നമ്മളെങ്കിൽ, നമ്മുടെ ഹൃദയം കഠിനമാണെങ്കിൽ കൽപ്പനകൾ പാലിക്കുന്നത് അത്ര എളുപ്പമായെന്ന് വരില്ല. പറയുണ്ട്, മാംസള ഹൃദയം ദൈവത്തിൽ നമ്മൾ നേടണം. നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാംസള ഹൃദയമായിരുന്നു. അതുകൊണ്ടാണ് അത്രമാത്രം കരുണ കാണിക്കാൻ സാധിച്ചത്. ലൂക്കാ 15:11 മുതൽ വായിക്കുമ്പോൾ ധൂർത്തപുത്രൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ധൂർത്തപുത്രനെ തിരിച്ച് എടുക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം മാംസള ഹൃദയമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്രകാരം ഒരു സ്നേഹം, അപ്രകാരം ഒരു കരുണ ആ പിതാവിന് മകനോട്, പാപം ചെയ്ത് വീട്ടിൽ നിന്നകന്നു പോയ മകൻ തിരിച്ചു വന്നപ്പോഴും അവനോട് കാണിക്കാൻ സാധിച്ചത്. ഉൽപ്പത്തി 29 അധ്യായത്തിൻ്റെ 20 വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. റേച്ചലിൽ യാക്കോബിന് പ്രണയമുണ്ടായിരുന്നു. പരിപാടി തന്നെ അവളോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ചെയ്ത കാര്യങ്ങൾ 7 വർഷം ലാബാൻ്റെ കീഴിൽ ഒരടിമയെപ്പോലെ പണിയെടുത്തു കൊടുത്തു. പക്ഷേ ഈ 7 വർഷം കടന്നുപോയത് ഏതാനും ദിവസങ്ങൾ പോലെയായിരുന്നു. കാരണം അവന് റാഹേലിലുണ്ടായിരുന്ന സ്നേഹം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ദൈവത്തെ പ്രണയിച്ചാലോ? ദൈവത്തെ പ്രണയിച്ചാൽ നമ്മുടെ ജീവിതം കൽപ്പനകൾ പാലിക്കുന്നത്, സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്, അധ്വാനിക്കുന്നത്, ഇതെല്ലാം എളുപ്പമാകും എന്നുള്ളതാണ്
ഈ വചനത്തിൻ്റെ സന്ദേശം. നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ നോക്കുക. അങ്ങനെ ആ സ്നേഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. ജ്ഞാനത്തിൻ്റെ അളവ് നമ്മളിൽ ഉയർന്നുകൊണ്ടിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി എന്തുമാത്രം അധ്വാനിക്കുന്നതും എത്രമാത്രം ഭാരങ്ങൾ, ത്യാഗങ്ങൾ എടുക്കുന്നതും അത് വളരെ ലഘുവായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമായിട്ട് ഈ വചനത്തെ നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്, നേട്ടം ചെറുതല്ല. അതാണ് പ്രഭാഷകൻ 34:19 വചനം നമ്മെ പഠിപ്പിക്കുക. ഇത് ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിക്കേണ്ടവരാണ് ദൈവമക്കൾ. അങ്ങനെയുള്ളവർക്ക് സ്നേഹത്തിൽ വളരാൻ സാധിക്കും. പരസ്നേഹം അവരുടെ ജീവിതത്തിൽ എടുത്തു കാണിക്കാൻ സാധിക്കും. ജീവിതത്തിന് ഒരുപാട് സുരക്ഷിതത്വം അവരനുഭവിക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ നേട്ടങ്ങൾ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവം അവർക്ക് ശക്തമായ സംരക്ഷണമായിരിക്കും. അപ്പം അതുകൊണ്ട് അവരെ തകർക്കാൻ ആർക്കും പറ്റില്ല. ദൈവമായിരിക്കും അവരുടെ സംരക്ഷണം എന്നാണ് ഇവിടെ വചനം പഠിപ്പിക്കുക. വീണ്ടും ദൈവം തന്നെ ആയിരിക്കും അവർക്ക് ഉറപ്പുള്ള താങ്ങ്. നമുക്കറിയാലോ, ഒരു കുലച്ച് കിടക്കുന്ന വാഴയ്ക്ക് ഒരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സുരക്ഷിതമായി, ഒടിഞ്ഞു താഴെ പോരാതെ എന്ന് പറഞ്ഞ പോലെ ദൈവം താങ്ങുന്നവർക്ക് എങ്ങനെ ഒടിഞ്ഞു പോകാൻ പറ്റും? ദൈവം നമ്മെ താങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ തകർക്കാൻ സാധ്യമല്ല. ഇനി ആർക്കാണ് ദൈവം താങ്ങാകുന്നത്? ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് ദൈവം ചുടുകാട്ടിൽ അഭയമായിരിക്കും. നമുക്കറിയാലോ, ഭയങ്കരമായിട്ടുള്ള വെയിലുള്ളിടത്തൊരു മരം കണ്ടാൽ തന്നെ അതിൻ്റെ തണലിൽ പോയി നിൽക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടും. ചുടുകാട്ടിൽ അഭയം, അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചാൽ മതി, ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന്. പൊരിവെയിലിൽ തണല്, അതുപോലെ ഇടറാതിരിക്കാൻ സംരക്ഷണം, ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. 1 കൊറിന്തോസ് 13:4 നമുക്കെല്ലാം പരിചയമുള്ള കാര്യമാണ്. 1 കൊറിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ 13 വചനങ്ങളും സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവമക്കൾ സ്നേഹമായി മാറണം. ഇനി അങ്ങനെ സ്നേഹത്തിൽ വളർന്നവരുടെ ഒരു കാര്യം 4-ാമത്തെ വചനം പറയാണ്, സ്നേഹം സകലതും സഹിക്കുന്നു. പറയുന്നുണ്ട്, സ്നേഹമുള്ളവർക്ക് സഹിക്കാൻ പറ്റും. സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് സ്നേഹത്തിൽ വളരാൻ സാധിക്കും. അവ പരസ്പര പൂരകങ്ങളായ 2 കാര്യങ്ങളാണ്. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നിശ്ചയമായും ദൈവകരുണയ്ക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി നമ്മുടെ മേൽ വർഷിക്കപ്പെടും. അത് ഉള്ളിടത്തോളം കാലം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തുമില്ല. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ, സകലരുടെയും ജീവിതത്തിൽ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും